അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും ചെരുപ്പ് ധരിക്കാറുണ്ടല്ലേ? ഏത് തരത്തിലുള്ള ചെരുപ്പാണ് ധരിക്കാറുള്ളത്? ഏത് കാലിലാണ് ആദ്യം ചെരുപ്പ് ധരിക്കാറുള്ളത്? ഏത് കാലിൽ നിന്നാണ് ആദ്യം ചെരുപ്പ് ഊരി വെക്കാറുള്ളത്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ചെരുപ്പ് എന്ന് പറയുമ്പോൾ ചെരുപ്പും ഷൂവും എല്ലാം അതിൽപ്പെട്ടതാണ്. നമുക്ക് ഈ ചെരുപ്പ് ധരിക്കുന്നതിനെയും ഊരി വെക്കുന്നതിനെയും ഒക്കെ ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ള ഒരു അമലാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വലിയ കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനമാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചെറിയ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ള അമലാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ഒരു ഉദാഹരണമാണ് ഈ ചെരുപ്പ് ധരിക്കലും ഊരിവെക്കലും. അതുതന്നെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്? ഒരുപാട് ഫർളുകളും സുന്നത്തുകളുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടണം, ഒരുപാട് കൂലി കിട്ടണം, അതിലൂടെ അള്ളാഹുവിന്റെ ആ സുബലോക സ്വർഗത്തിൽ കടക്കണം. ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടാൻ വേണ്ടി, ഒരുപാട് കൂലി കിട്ടാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് സുന്നത്തുകൾ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അദ്ദുനിയ മസ്റാത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. നമ്മൾ ഇവിടെ ഒരുപാട് കൃഷി ഇറക്കണം, അതും നല്ല നിലയിലുള്ള കൃഷി ഇറക്കണം. എന്നാൽ ആഖിറത്തിൽ നമുക്ക് ഒരുപാട് വിളവെടുപ്പ് നടത്താൻ പറ്റും. നമ്മൾ ഒരു കൃഷി ഇറക്കുമ്പോൾ അതിന് ഒരുപാട് അധ്വാനമുണ്ട്, നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. അത് ഏത് കൃഷിയാണെങ്കിലും, അത് നെൽകൃഷിയാവട്ടെ, വാഴത്തോട്ടമാവട്ടെ, തെങ്ങിൻ തോപ്പാവട്ടെ, റബ്ബർ തോട്ടമാവട്ടെ, എന്തുമാവട്ടെ, ഏതൊരു കൃഷി നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. അതുപോലെയാണ് ആഖിറത്തിലേക്കുള്ള കൃഷിയും. നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ആഖിറത്തിൽ നല്ല വിളവെടുപ്പ് നടത്തണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഫർളുകളായും സുന്നത്തുകളായും അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചെറിയ ഒരു ശ്രദ്ധ നമുക്കുണ്ടായാൽ മതി. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെരുപ്പ് ധരിക്കലും ചെരുപ്പ് ഊരിവെക്കലും. നമ്മൾ ഏത് തരത്തിലുള്ള ചെരുപ്പ് ധരിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കണം. അതുപോലെ ചെരുപ്പ് ഊരിവെക്കുമ്പോൾ ഇടത് കാലിൽ നിന്ന് ചെരുപ്പ് ഊരിവെക്കണം. അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട തുർമുദി റളിയല്ലാഹു അൻഹു, അവിടുത്തെ സുന്നത്ത് തുർമുദി എന്ന് പറയുന്ന കിതാബില് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഹദീസിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ കാര്യത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും വലതിനെ മുന്തിക്കുമായിരുന്നു. കൂട്ടത്തിൽ പറയുന്നു, ചെരുപ്പ് ധരിക്കുമ്പോഴും വലതിനെ മുന്തിക്കുമായിരുന്നു. അത് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സുന്നത്തായി വന്ന കാര്യമാണ്. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെരുപ്പ് ധരിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ചെരുപ്പ് ഊരി വെക്കുന്നുണ്ട്? ഏകദേശം വീടുകളിലും നമുക്ക് പുറത്ത് ധരിക്കാൻ ഒരു ചെരുപ്പുണ്ടാകും, അകത്ത് ധരിക്കാൻ ഒരു ചെരുപ്പുണ്ടാകും. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് ധരിക്കും, പുറത്തു നിന്ന് അകത്ത് കയറുമ്പോൾ മറ്റൊരു ചെരുപ്പ് ധരിക്കും. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ചെരുപ്പ് ധരിക്കുകയും അഴിക്കുകയും ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ വലത്തതിന് മുന്തിക്കാനോ ഊരി വെക്കുന്ന സമയത്ത് ഇടത്തതിന് മുന്തിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി മുതലെങ്കിലും നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിൽ ആദ്യം ധരിക്കാനും അഴിച്ചു വെക്കുമ്പോൾ ആദ്യം ഇടത് കാലിൽ നിന്ന് അഴിച്ചു വെക്കാനും ശ്രമിക്കണം എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓരോ സമയത്തും പറയാറുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾ ആദ്യമായി എന്നോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ന്. ഇവിടെയും അതുപോലെ തന്നെയാണ് ഇൻഷാ അള്ളാഹ്. ഇതേ വിഷയം ബഹുമാനപ്പെട്ട ബാഫലുൽ ഹളറമിയ റഹിമഹുല്ലാഹ് അവിടുത്തെ മുഖദ്ദമത്തുൽ ഹളറമിയയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മൻഹജുൽ ഖവീമിൽ പറയുന്നുണ്ട്. ഒക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലത് കാല് മുന്തിച്ചിട്ട് ചെരുപ്പ് ധരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മൻഹജുൽ ഖവീമിൽ പറയുന്നുണ്ട്, ഇടത് കാലിനെ മുന്തിച്ചുകൊണ്ട് ചെരുപ്പ് ധരിക്കൽ കറാഹത്താണ്.
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമാക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാലോ, അള്ളാഹിന്റെ അടുത്ത് നിന്ന് കുറ്റം കിട്ടൂലാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യരുത്. കറാഹത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതല്ല, നിസ്സാരമാക്കി കളയാനുള്ളതല്ല. അപ്പോ വലതുകാലിനെ മുന്തിക്കാതെ ഇടതുകാലിനെ മുന്തിച്ചുകൊണ്ട് ചെരുപ്പ് ധരിക്കൽ കറാഹത്താണ്. എന്നാൽ വളരെ ഗൗരവമുള്ളൊരു വിഷയം, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ വളരെ പ്രശസ്തമായ കിതാബാണ് ഫതുഹുൽ മൊയ്ൻ. ഫതുഹുൽ മൊയ്നിന്റെ 31-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആദ്യമായി ഇടതുകാലിൽ ചെരുപ്പ് ധരിക്കൽ പതിവാക്കിയാൽ ദാരിദ്ര്യം വിട്ടുമാറൂല എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിലും ഇതേ വിഷയം പറയുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വിഷയമാണ് കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? കിതാബിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ആ കാവ്യഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ, അതിനാൽ എനിസിയാൻ വന്നിടും കളിയല്ലേ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് കറുത്ത ചെരുപ്പ് ധരിച്ചാൽ മറവി കൂടുന്ന പറയുന്നത്, നിസിയാൻ മറവി കൂടുന്നാണ് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട മൂസദ്ദമീരി റഹിമുല്ല. ആരാണ് മൂസദ്ദമീരി റഹിമുല്ല? വലിയ മഹാനാണ്, ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയ മഹാനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനവറുകള് ഇതേ വിഷയം പറയുന്നുണ്ട്. അതായത് കറുത്ത ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് യൂരിസുന്നിസിയാൻ, അത് മറവി അധികരിപ്പിക്കും, മറവി നമ്മുടെ കൂടപ്പുറപ്പായിരിക്കും. ഈ വിഷയം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്ത് ഒരു കറുത്ത ചെരുപ്പുണ്ടെങ്കിൽ അത് നാളെ തന്നെ വലിച്ചെറിയണം എന്നല്ല. കറുത്ത ചെരുപ്പ് ധരിക്കൽ പതിവാക്കിയാലാണ് ഇങ്ങനെ മറവി വരും എന്ന് മഹാന്മാര് പറഞ്ഞത്. നമ്മളടുത്തൊരു കറുത്ത ചെരുപ്പുണ്ടായിരുന്നു, അത് ഇട്ട് നടന്ന് അത് പൊട്ടിപ്പോയി. പിന്നെ വാങ്ങുമ്പോൾ കറുത്ത ചെരുപ്പ് തന്നെ വാങ്ങുക, അതും പൊട്ടി, പിന്നെയും കറുത്ത ചെരുപ്പ് തന്നെ വാങ്ങുക. ഇങ്ങനെ കറുത്ത ചെരുപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴാണ് മറവി വരും എന്ന് മഹാന്മാര് പറഞ്ഞത്. അല്ലാതെ നമ്മളടുത്തൊരു കറുത്ത ചെരുപ്പുണ്ട്, വേറെ കളറുള്ള ചെരുപ്പുണ്ട്, നമ്മൾ മാറി മാറി ധരിക്കുകയാണ്, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. സ്ഥിരമായി നിത്യമായി നമ്മൾ കറുത്ത ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ മറവി കൂടും എന്നാണ് മഹാന്മാര് പറഞ്ഞത്. അല്ലാഹു അഅലം ബിമുറാദിഹി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളിലും സുന്നത്തുകൾ കൊണ്ടുവരാൻ നമ്മൾ നോക്കിയാൽ അത് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടാനുള്ള കാരണമാകും. ആഖിറത്തിലേക്ക് വേണ്ട ഒരുപാട് നന്മകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.